ഹലോ, നമുക്കിന്നൊരു അടിപൊളി മുട്ടമാല ഉണ്ടാക്കിയാലോ. അപ്പോൾ വരും, നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 4 മുട്ടയാണ്, അതായത് 2 പേർക്ക് കഴിക്കാനുള്ള അളവിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ മുട്ടയുടെ മഞ്ഞയും വെള്ളയും വേർതിരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഈ വേർതിരിച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, രണ്ടും ഒന്ന് മിക്സ് ആവാതിരിക്കാൻ. നേരിട്ട് നമുക്ക് ബൗളിലേക്ക് ഒഴിക്കാതെ മുട്ട നമുക്ക് കയ്യിലേക്ക് ഉടച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ചലിച്ചെടുക്കാം. അപ്പോൾ വെള്ളം മാത്രം താഴെ ബൗളിലേക്ക് പോയിക്കോളും. പിന്നെയുള്ള മഞ്ഞക്കരു നമുക്കൊരു അരിപ്പ് വെച്ച് നന്നായിട്ട് അരിച്ചെടുക്കാം. പിന്നെ മുട്ടമാലയ്ക്ക് നല്ല കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ നാടൻ മുട്ടയായിരിക്കും നല്ലത്. ചിലർ അതിലേക്കായിട്ട് കളറിന് വേണ്ടി മഞ്ഞപ്പൊടിയും ചേർക്കാറുണ്ട്, പക്ഷെ നമ്മളിവിടെ ഒന്നും ചേർക്കുന്നില്ല. ഈ കൊല്ലം കണ്ണൂർ സൈഡൊക്കെ അവരുടെ ഒരു ഫംഗ്ഷനിലെ മെയിൻ ഒരു ഐറ്റം തന്നെയാണ് ഈ ഒരു മുട്ടമാല. അപ്പോൾ ബാക്കിയുള്ള മുട്ടയോട് നമുക്ക് വേഗം ഒന്ന് വേർതിരിച്ചെടുക്കാം. ഈ മുട്ടയുടെ സൈഡിലൊക്കെ ചെറുതായിട്ട് ഈ വെള്ള പോലത്തെ ഉണ്ടാകും, അതൊക്കെ പ്രത്യേകിച്ച് ഒന്ന് മാറ്റിയെടുക്കണം, അല്ലെങ്കിൽ നമുക്ക് മുട്ടമാല ഉണ്ടാക്കുന്ന സമയത്ത് ആ മാല കറക്റ്റായിട്ട് വരികയില്ല. അപ്പോൾ അതൊക്കെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇത് നമുക്ക് അരിപ്പിയിലേക്കായിട്ട് വെച്ചിരിക്കുന്ന മഞ്ഞക്കൊരു ഒരു സ്പൂൺ കൊണ്ട് ഇളക്കി നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത ശേഷം അത് നമുക്കൊരു ചെറിയൊരു ബോട്ടിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു സോയാ സോസിൻ്റെ ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നു, അപ്പോൾ അത് നല്ലോണം ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. എന്നിട്ട് അതിലേക്കായിട്ട് ഒരു 3/4 ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിനോടൊപ്പം 3/4 ഗ്ലാസ് പഞ്ചസാരയ്ക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സ്റ്റവ് ഓൺ ചെയ്ത് നമുക്ക് തീയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ. നമുക്ക് ഈ ഒരു പ്ലേറ്റ് കൂടി എടുത്ത് അതിൻ്റെ അടുത്തായിട്ട് തന്നെ വെക്കാം. നമുക്ക് മുട്ടമാല കോരി എടുത്തിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ്. അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ ബൗളിൽ കുറച്ച് വെള്ളവും കൂടി എടുത്ത് വെക്കാം. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ലോണം അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി അല്ലെങ്കിൽ 2-3 ഏലക്ക ഇട്ട് കൊടുക്കാം. ഈ ഏലക്കൊക്കെ നല്ലോണം തിളച്ച് വരുമ്പോൾ നമുക്കന്ന് കോരിയെടുക്കാം. ഈ സമയത്ത് ആ ഏലക്കയുടെ ഫ്ലേവറൊക്കെ ആ വെള്ളത്തിലേക്ക് മിക്സ് ആയിട്ടുണ്ടാവും. പിന്നെ ടേസ്റ്റ് കുറച്ച് ബാലൻസ് ചെയ്തതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ മുട്ടമാല ഉണ്ടാക്കിയെടുക്കാം. ഈ നല്ലോണം പൊങ്ങി വരുന്നവിടെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് നമുക്കൊരു 6-7 സെക്കൻഡ് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് അതിൽ കുറച്ച് വെള്ളം കൂടി തെളിച്ച് നമുക്ക് ഈ മുട്ടമാല ഒന്ന് കോരിയെടുക്കാം. ഈ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കുന്ന സമയത്ത് നമുക്ക് ഈ തിളയ്ക്കുന്ന പാവ് നല്ലോണം കുറഞ്ഞു വരുമല്ലോ. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ വെള്ളം തെളിച്ചിട്ട് കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ തിളച്ച് വരുന്നത് ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് കൂടിയിട്ടാണ് ഈ ഒരു വെള്ളം തെളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മുട്ടമാല ഒന്ന് കോരിയെടുക്കാം. എന്നിട്ട് നമുക്ക് അടുത്തുള്ള പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ആ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് പ്ലേറ്റ് ഒന്ന് ചെരിച്ച് വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ മാലയിലുള്ള ഈ പാവ് കൂടി സെപ്പറേറ്റ് ആയി വന്നോളും. നമുക്ക് ബാക്കിയുള്ളതും കൂടി ചുറ്റിച്ചെടുക്കാം. മാല ചുറ്റിക്കുമ്പോഴും എടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം കുറയ്ക്കാനും കൂട്ടാനും. മാല ചുറ്റിക്കുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ചുറ്റിക്കുക. അതേസമയം എടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യണമെങ്കിൽ. ഈ പഞ്ചസാര വെള്ളം തിളയ്ക്കുന്നതിനനുസരിച്ചിട്ട് നല്ലോണം അതിൻ്റെ അളവും കുറഞ്ഞു വരും. അപ്പോൾ അതിനനുസരിച്ച് ഇടയ്ക്ക് കുറച്ച് വെള്ളം കൂടി തെളിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുട്ടയുടെ മഞ്ഞയെല്ലാം ഇവിടെ മാലയാക്കി എടുത്തിട്ടുണ്ട്. ഇനി മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളം കൂടി നമുക്കത് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം. അതിലേക്കായിട്ട് കുറച്ചൊരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം, ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്തതിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് അതിലേക്കായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം മൈദ ചേർക്കുന്നവരുണ്ട്, പക്ഷെ നമ്മൾ മൈദ ഒന്നും ചേർക്കുന്നില്ല, പാൽപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്കൊരു ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ മാല ഉണ്ടാക്കിയതിൻ്റെ ബാലൻസ് ആ ഒരു പഞ്ചസാര പാവുണ്ടാകുമല്ലോ, അതുകൂടി ഇതിലേക്ക് അരിച്ചു വയ്ക്കാം. ഇനി നമുക്കതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റീമറിൽ ഒരു ചെറിയൊരു പാത്രം വെച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
എന്നിട്ട് അത് മൂടി വെച്ച് ഒരു 20 മിനിറ്റോളം നമുക്കത് വേവിച്ചെടുക്കാം. ഈ പാത്രത്തിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പ് ഒന്ന് അടി പിടിക്കാതിരിക്കാൻ ചെറുതായിട്ടൊന്ന് എണ്ണ എന്തെങ്കിലും തടവുന്നത് നല്ലതായിരിക്കും. പിന്നെ കുക്കായെന്നറിയാൻ 20 മിനിറ്റിന് ശേഷം ഒന്ന് ജസ്റ്റ് കത്തിയോ സ്പൂണോ എടുത്തിട്ട് കുത്തി നോക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റീം ചെയ്ത് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കതൊരു ഭംഗിക്ക് വേണ്ടി ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം ഞാനെടുത്ത ബോട്ടിലിലെ ഹോള് കുറച്ച് വലുതായതുകൊണ്ട് മാല കുറച്ച് കട്ടിയിലാണ് വന്നത്. പക്ഷേ ടേസ്റ്റ് നല്ലതായിരുന്നു, ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ മുട്ടമാല? ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.